Everybody is welcome to Community Media's English Learning Program ELP. Today, I would like to acquaint you with 3 words: epigram, maxim, proverb. എന്താണ് ഇതിൻ്റെ എപ്പിഗ്രാം? എപ്പിറ്റോഫ് വേറെയാണ്. എപ്പിഗ്രാം അല്ലെങ്കിൽ മാക്സിംസ് എന്ന് പറയുന്നത് ഫേമസ് ദ കൊട്ടേഷൻസ് or the thoughts of famous writers, philosophers, etc. That the first one, some proverbs are anonymous, but certain maxims or epigrams. Maxims, epigrams means short and witty sayings. ഷോർട്ട് ആൻഡ് വിറ്റി സെൻറ്റൻസസ്. ഷോർട്ടായിരിക്കും, വിറ്റി ഡബിൾ മീനിങ്ങാണ്. ഇൻ്റലിജൻ്റ് എന്നും ഉണ്ട് അർത്ഥമുണ്ട്, ഹ്യൂമറസ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഷോർട്ട് വിറ്റി സെയിങ്സ് പഴയ റൈറ്റേഴ്സിൻ്റെയും തിങ്കേഴ്സിൻ്റെയും അത് പിന്നീട് പഴകി വന്നിട്ട് അത് പ്രോവർബായിട്ട് മാറും. അതിന് 2-3 എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഒന്ന്, ആദ്യമേ ഷേക്സ്പിയറിൽ തൊട്ട് തുടങ്ങാം. ഒരു 5 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ. 1616 1616 ഏപ്രിൽ 23 ഷേക്സ്പിയർ എക്സ്പയർഡ്. 1564 to 1616 അതിൽ പലതും പ്രോവർബായി ഉപയോഗിക്കുകയാണ്. പക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ അത് ഷേക്സ്പിയർ പറഞ്ഞാണോ. തിങ്സ് വിത്തൗട്ട് റെമഡി ഷുഡ് ബി വിത്തൗട്ട് റിഗാർഡ് ഒന്ന് മാക്ബത്തിനകത്തുള്ളതാണ്. ഒരിക്കൽ ഏതോ ഒരു എപ്പിസോഡ് ഞാനത് സൂചിപ്പിച്ചു. റെമഡി ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച സമയങ്ങളായിരുന്നു. റെമഡി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ ആ ടൈം വേസ്റ്റ് അല്ല. അതർവൈസ് ഇറ്റ് വിൽ ബി വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ തിങ്സ് വിത്തൗട്ട് എ റെമഡി ഷുഡ് ബി വിത്തൗട്ട് റിഗാർഡ് ചെയ്യാൻ പോകരുത് എന്ന് ഒന്ന് മാക്ബത്തിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ജൂലിയസ് സീസറിനകത്ത് എവരി ലൈക്ക് ഈസ് നോട്ട് ദി സെയിം എന്ന് വരുന്നുണ്ട്. എവരി ലൈക്ക് ഈസ് നോട്ട് സെയിം. പോലിരിക്കുന്നതെല്ലാം സെയിം ആവണമെന്നില്ല. പോലെ ആർക്കും പറ്റും. നമ്മൾ മലയാളത്തിൽ പോറ്റമ്മ എത്ര ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല എന്നൊക്കെ പറയുന്നത് പോലെ എവരി ലൈക്ക് ഈസ് നോട്ട് ദി സെയിം എന്നുള്ളതാണ്. എപ്പോഴും ട്രൂ ആവണമെന്നില്ല. ഒരു പക്ഷേ പെറ്റമ്മയേക്കാൾ പോറ്റമ്മ നന്നായിരിക്കാം. ആൾവേസ് ട്രൂ ആവണമെന്ന് ഒരു പ്രോവർബിനും ഇല്ല. പാമ്പും പഴയത് നല്ലത്, ഓൾഡ് ഈസ് ഗോഡ് എന്നൊക്കെ പറയുന്നതൊക്കെ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ന്യൂ ആകാതിരിക്കത്തില്ല. എന്നാലൊരു കുറേയൊക്കെ ട്രൂ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവറി ലൈക്ക് ഈസ് നോട്ട് ദി സെയിം, ഇതേ മീനിങ് തന്നെ നമ്മൾ പ്രോവർബാക്കി മാറ്റി. എവറി ലൈക്ക് ഈസ് നോട്ട് ഫെമിലിയർ പ്രോവർബല്ല. എന്നാൽ മെർച്ചൻ്റ് ഓഫ് വെനീസിൽ ഷേക്സ്പിയർ പറഞ്ഞ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, അത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും മിന്നുന്നതെല്ലാം പോലെ. അപ്പോൾ അത് ആൾമോസ്റ്റ് ട്രൂ ആക്ച്വലി ട്രൂ. അപ്പോൾ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇന്ന വന്ന് കണ്ടില്ലേ, അതാണ് എൻ്റെ ആ ഒരു സുഖം. അപ്പോൾ ഷോർട്ട് ആൻഡ് വിറ്റി സെയിങ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, പിന്നീട് ബെർണാഡ് ഷാ വന്നു. ബെർണാഡ് ഷായുടെ കാലഘട്ടമായപ്പോഴത്തേക്ക് നമുക്ക് മോഡേൺ ആയി കഴിഞ്ഞ നൂറ്റാണ്ടാണ്. അതിനു മുമ്പ് ഡോക്ടർ ജോൺസൺ, ഇവരൊക്കെ കുറേ സെയിങ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് ഒരു അനോണിമസ് പറഞ്ഞതിന് ശേഷം അടുത്തേക്ക് വരാം. ആര് പറഞ്ഞു എന്നറിയില്ല, പക്ഷേ ഈ ഒരു പ്രോവർബ് ഇംഗ്ലീഷിൽ പലയിടത്തും വായിക്കുകയും പല തിങ്കേഴ്സും എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ എ ഫ്യൂച്ചർ എന്നാണ്. എന്താ മീനിങ്? എവരി സെയിൻറ്റ്, ഈ പുണ്യവാളന്മാരായിട്ട് അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ എല്ലാം ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിന് സ്ട്രെസ്സാണ്. ആ പാസ്റ്റ് അല്പം മോശപ്പെട്ട പാസ്റ്റാണ്. വാൽമീകി കാട്ടാളനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീടാണ് വാൽമീകി മഹർഷിയായിട്ട് മാറുന്നത്. ഗാന്ധിജി പോലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് വായിക്കുന്ന നമുക്കറിയാം. പല തെറ്റുകളിലേക്കും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു നല്ല മനുഷ്യനായി അല്ലെങ്കിൽ ലോകത്തിന് മാതൃകയായി മാറുന്നത് പിന്നീടാണ്. അപ്പോൾ എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് എന്നുള്ളത് ഏറെക്കുറെ ശരിയാണ്. എല്ലാം അങ്ങനെയല്ല. ജനിച്ചപ്പോൾ തൊട്ടേ സെയിൻറ്റ്ലി ക്യാരക്ടറുമായിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ ഈ പ്രോവർബ്, ഇത് പ്രോവർബാണ്,
എവറി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, കോമ എവരി സിന്നർ എ ഫ്യൂച്ചർ. അവിടെ ഹാസ് റിപ്പീറ്റ് ചെയ്യില്ല, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ അത് അഴുക്കായി പോകും. ഹാസ് അവിടെ അണ്ടർസ്റ്റുഡാണ്, അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ബോറാവും. അതുകൊണ്ട് ആ ഹാസിനെ നമ്മളങ്ങ് വിഴുങ്ങുകയാണ്. എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് അവിടെ അണ്ടർസ്റ്റുഡാണ്, എവരി സിന്നർ എ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് പാപിക്കും ഒരു ഭാവി ഉണ്ടെന്നാണ്. പാപം ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ അവർ ഒരു സെയിൻറ്റ് ലൈഫിലേക്ക് വരാം. അത് എപ്പോഴും വേണമെന്നില്ല, മരണം വരെ പാപിയായി ജീവിക്കുന്നവരുമുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ ചില ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റുമാനൂരപ്പൻ്റെ ഞങ്ങളൊക്കെ കൊച്ചുനാളിലായി ഈ സംഭവം വിഗ്രഹം മോഷ്ടിച്ച സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനമായി മാറിയെന്നാണ് പറയുന്നത് ഗലികൾ. അതുപോലെ വളരെ സെക്സിയായിട്ട് അഭിനയിച്ചിരുന്ന ഉണ്ണിമേരി കന്യാസ്ത്രീയായി മാറിയെന്നാണ് പറയുന്നത്. ഫിലിപ്പം പ്രസാദ് എന്ന് പറഞ്ഞ നക്സലൈറ്റ് തീവ്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ പോയി ഭജന വരുന്ന ഒരു ഭക്തനായി മാറി എന്നും കേട്ടിട്ടുണ്ട്. സത്യമോ കള്ളമോ അറിയില്ല. എന്നാലും അപ്പോൾ എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ എ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആ അനോണിമസ്. പിന്നീട് അടുത്ത ഞാൻ ബെർണാഡ് ഷായുടെ ഒരു കാര്യത്തേക്ക് വരികയാണ്. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ, കുട്ടികളുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നത്, റിസൾട്ടും കൊണ്ട് വരുന്ന സമയത്ത് പാസ്ഡ് ഓർ ഫെയിൽഡ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, സാറേ ഞാൻ 1 മാർക്കിന് തോറ്റുപോയി, ഐ വാണ്ട് ടു നോ വെദർ യു ഫെയിൽഡ് ഓർ പാസ്ഡ്, ദാറ്റ്സ് ഓൾ. 1 മാർക്കോ 100 മാർക്കിനോ എന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് പറയാറുണ്ട്. 1 മാർക്ക് ആരും തെറ്റാൽ മിനിറ്റിൻ്റെ റിസൾട്ട് എന്താണ്? ഫൈനൽ റിസൾട്ട് തോറ്റു എന്നാണ്. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട, നീ തോറ്റെങ്കിൽ തോറ്റു, ഇനി എഴുതാനുള്ള ശ്രമം നോക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് ബെർണാഡ് ഷാ ഒരു നാടകത്തിൽ, എനിക്കൊന്ന് ആംസാൻഡിമാനാണ് തോന്നുന്നു, അതെ, ഒരു സെൻറ്റൻസ് പറഞ്ഞു, എ മിസ് ഈസ് ആസ് ഗുഡ് ആസ് എ മൈൽ. എന്ത് ഷോർട്ടാണ് നോക്കുക. എ മിസ്, നമുക്ക് മിസ്സാവുക, നഷ്ടപ്പെടുക, ജസ്റ്റ് മിസ് ഈസ് ആസ് ഗുഡ് ആസ് എ മൈൽ. ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഇമേജറി? നമ്മൾ ബസ് കയറാൻ നിൽക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ബസ് നിർത്തിയ നമ്മൾ ചെന്നപ്പോൾ അങ്ങ് മിസ്സായിപ്പോയി, ബസ് അങ്ങ് വിട്ടു. അപ്പോൾ ജസ്റ്റ് മിസ്സല്ലേ, അല്ലേ 1 മാർക്കിന് തോറ്റ പോലെ ബസ് അങ്ങ് പോയി. അപ്പം ബസ് പോയി എന്നുള്ളതാണ്, നമുക്ക് ബസ് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. നമ്മൾ 1 മൈൽ മുമ്പേ പിന്നിൽ നിൽക്കുമ്പോഴേ ബസ് ദൂരെ കൂടെ പോണ കാണുന്നു. രണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്നല്ലേ. സോ എ മിസ്, ചുമ്മാ മിസ്സാകുന്നത് 1 മൈൽ മുമ്പേ മിസ്സായി പോകുന്നതും 1 മൈലിന് പിന്നീട് ആയി പോകുന്നതും രണ്ടും ഒന്നാണ്. നോക്കുക, എ മിസ് ഈസ് ആസ് ഗുഡ് ആസ് എ മൈൽ. ഇതാണ് ഷോർട്ട് ആൻഡ് വിറ്റി സേയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കുറേ കാലം കഴിയുമ്പോൾ ഷേക്സ്പിയറിൻ്റെ കൊട്ടേഷൻ പോലെ ഇതും ഒരിക്കൽ ഒരു പ്രോവർബായിട്ടങ്ങ് മാറും എന്നാണ്. അപ്പം ഈ മാക്സിംസ് ഓർ എപ്പിഗ്രാംസ് ഗ്രോ ഇൻ ടു പ്രോവർബ്സ് ഇൻ ദി കോഴ്സ് ഓഫ് ടൈം. സമയമാകുമ്പോൾ അത് പ്രോവർബായിട്ട് മാറും. ആരെങ്കിലും പണ്ട് പറഞ്ഞതായിരിക്കും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറെ അന്ന് പഴയ കാലത്ത് വെച്ചാൽ വെരി ഷോർട്ടായിരിക്കും, ഇപ്പോഴും വലിച്ചു നീട്ടി പറയും. പണ്ട് ഈ ഷേക്സ്പിയറിൻ്റെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 18th സെഞ്ച്വറിയിൽ ഡോക്ടർ ജോൺസൻ്റെയൊക്കെ കാലഘട്ടം, ഡോക്ടർ ജോൺസൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് വലിച്ചു നീട്ടി സംസാരിക്കുക, റെട്ടറിക് സ്റ്റൈൽ എന്ന് പറയും, അത് ഒരു സ്റ്റൈലായി മാറി. വീണ്ടും ഇപ്പം നമുക്ക് ഷേക്സ്പിയറിയൻ സ്റ്റൈലിൽ നമ്മൾ തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ, ജോൺ മിൽട്ടൺ എന്ന ഒരു കവിയെക്കുറിച്ച് അറിയാം. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഓൺലി 1 എപ്പിക് പോയറ്റ്, ഷേക്സ്പിയർ എപ്പിക് പോയറ്റ് അല്ല, മഹാകവി അല്ലെങ്കിൽ എപ്പിക് പോയറ്റ് എന്നറിയപ്പെടുന്ന മഹാകാവ്യം എഴുതിയ ആളെന്ന് പറയുന്നത് ജോൺ മിൽട്ടനാണ്. അതായത് ഷേക്സ്പിയർ 1616 മരിക്കുക. അതിന് 8 വർഷം മുമ്പാണ് അദ്ദേഹം മിൽട്ടൺ ജനിക്കുന്നത്. പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതിയാണ് ഇംഗ്ലീഷിലെ ഓൺലി 1 എപ്പിക് പോയം. നമുക്ക് രാമായണവും മഹാഭാരതമൊക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു മഹാകാവ്യം എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റാണ്. 12 ബുക്സാണ്. പിന്നെ പാരഡൈസ് റീഗെയിൻഡ് വേറെ ഉണ്ട്. പാരഡൈസ് ലോസ്റ്റാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഏറ്റവും പ്രശസ്തമായ എപ്പിക് പോയം, എപ്പിക് വർക്ക്. അതിൽ പല കൊട്ടേഷൻസ് ഉണ്ട് എങ്കിലും
ആ ജോൺ മിൽട്ടൺ തന്നെ ലിസിദാസ് എന്നൊരു എലിജി എഴുതിയിട്ടുണ്ട്. എലിജി എന്ന് വെച്ചാൽ വിലാപഗാനം, നമ്മൾ രമണനൊക്കെ പറയും. ആ വിലാപഗാനത്തിൽ ഒരു സെൻറ്റൻസ് ഇടയ്ക്ക് വരുന്നുണ്ട്. ഫെയിം ഈസ് ദി ലാസ്റ്റ് ഇൻഫർമിറ്റി ഓഫ് മാൻ. ഇൻഫർമിറ്റി മീൻസ് വീക്ക്നെസ്. കീർത്തി എന്ന് പറയുന്നത് ഒന്നും വേണ്ടാത്തവനും കീർത്തി 4 പേരെ എന്നെ അറിയണമെന്ന് കാണും. അതെല്ലാവർക്കും ഉണ്ട്. ഫെയിം ഈസ് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്നെ ആരെങ്കിലും ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഫെയിം ഈസ് ദി ലാസ്റ്റ് ഇൻഫർമിറ്റി ഓഫ് മാൻ. ഒരു വീക്ക്നെസ്സും ഇല്ലാത്തവൻ്റെയും അവസാനത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഞാൻ ചത്തു കഴിഞ്ഞാലും എന്നെ 4 പേര് അറിയണം എന്നുള്ളതാണ്. ഇത് ഒരു എപ്പിഗ്രാമായി ഇപ്പോൾ നമുക്കത് പ്രോവർബായി മാറുകയാണ്. മനുഷ്യൻ്റെ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞുകൂടെങ്കിലും നമ്മുടെ മഹാന്മാരായിട്ട് ആൾക്കാർ പലതും എഴുതി വെക്കുകയൊക്കെ ചെയ്തത് അവരെ മരണശേഷം അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അവർക്ക് ആദ്യ ടെംപ്റ്റേഷനായ W ഒന്നുമില്ല, വെൽത്ത് വുമണ് ഇതൊന്നും തന്നെ അവർക്ക് ഇല്ല. വൈൻ, വെൽത്ത്, വുമൺ ഇത് 3 മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള പ്രലോഭനങ്ങൾ, വീക്ക്നെസ്സുകൾ. ലിക്വർ, സമ്പത്ത്, സ്ത്രീകൾ, ഇങ്ങനെയുള്ളതാണ്. വൈൻ 3 ആണ്. വൈൻ, വെൽത്ത് ആൻഡ് വിമൻ. ഇതെല്ലാം ഓവർകം ചെയ്ത മഹാന്മാർക്കും എന്നെ പലർക്കും അറിയണമല്ലോ എന്നാഗ്രഹമുണ്ട്. ഇത് തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാടിൽ ഒരു ലൈൻ വരുന്നുണ്ട്. ക്ലോസിങ് ഐ റിക്വയർസ് എ പയസ് ഡ്രോപ്പ് എന്നാണ്. അടയുന്ന കണ്ണിന് ഒരു പൊഴിയുന്ന കണ്ണീര് ആവശ്യമാണ്. മരിക്കുന്ന ആളിന് എന്നെ ഓർത്ത് ആരെങ്കിലും കരയണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. അത് മരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുള്ളൂ. ആ മരണ സമയത്ത് എന്നെ ഓർത്ത് ആരെങ്കിലും ഒന്ന് കരയണമല്ലോ എന്ന് ആ ശരീരം വിട്ടുപോകുന്ന ആത്മാവിന് ആഗ്രഹമുണ്ടെന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ക്ലോസിങ് ഐ, അടയുന്ന കണ്ണിന്, റിക്വയേഴ്സ് ആവശ്യമുണ്ട് എ പയസ് ഡ്രോപ്പ്. ആത്മാർത്ഥമായി, പയസ് വെച്ചാൽ ഭക്തിയുള്ള അർത്ഥമുണ്ട്. ആത്മാർത്ഥമായി ആരെങ്കിലും ദുഃഖിച്ച് കരയണ ഒരു കണ്ണുനീര് ആവശ്യമുണ്ട് എന്ന് പറയും. ഇതെല്ലാം തന്നെ എപ്പിഗ്രാം എന്നുള്ളത് വരും. പിന്നെ മലയാളത്തിലാണെങ്കിൽ നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്ക് ഇപ്പോൾ പ്രോവർബായി മാറി. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരെ എപ്പോഴും നല്ല ടീച്ചേഴ്സൊക്കെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ വായിക്കുന്ന റീഡിങ് ഹാബിറ്റിന് വേണ്ടി പറയാറുള്ളതാണ്. അപ്പോൾ പല എപ്പിഗ്രാമുകളും പല മാക്സിംസും ലേറ്റർ കെയിം ടു ബി പ്രോവർബ്സ്. ഡോക്ടർ ജോൺസനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്നത്തെ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പ്ലീസ് ഗെറ്റ് മീ, ഗീവ് മീ എന്ന് പറയുന്നതിനേക്കാളും സ്പോക്കൺ ഇംഗ്ലീഷ് കുറച്ച് കോമൺ ആയിട്ടുള്ള ഗെറ്റ് മീന, തരുന്ന. ഗെറ്റ് മീ സം വാട്ടർ, എ ഗ്ലാസ് ഓഫ് ഒക്കെ ഔട്ട് ഓഫ് ഹാസ്. ഗ്ലാസ്സിലെല്ലാം തോർത്തിൽ എടുത്തോണ്ട് വരത്തില്ല. ഗെറ്റ് മീ സം വാട്ടർ, ഇച്ചിരി വെള്ളം ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഗെറ്റ് മീ സം വാട്ടർ, ഗെറ്റ് മീ എ പെൻ, ഗെറ്റ് മീ സം പേപ്പർ, ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഗീവ് മീ അല്ല, ഗെറ്റ് മീ ആണ് പറയുന്നത്. അപ്പോൾ ഗെറ്റ് മീ സം സ്നഫ്, എ പിഞ്ച് ഓഫ് സ്നഫ്. ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സ്നഫ് എന്ന് വെച്ചാൽ മൂക്കപ്പൊടിയാണ്. സ്നഫ്, മൂക്കപ്പൊടി എന്ന് പറയുന്ന ലഹരി വസ്തുണ്ട്, മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നത്, നമ്മൾ സ്മോക്ക് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഗെറ്റ് മീ സം സ്നഫ് എന്ന് പറയുന്നതിന് പകരം അന്നത്തെ ശൈലിയിൽ ഡോക്ടർ ജോൺസൺ 18th സെഞ്ച്വറിയാണ് ഡോക്ടർ ജോൺസൺ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സെൻറ്റൻസ് ഞാനിവിടെ പറയാം. Would you please allow me to introduce my digital extremities into a tobacco concavity to take some odoriferous and pulverizing substantial to put into my nostrils? ഒറ്റ ചോദ്യം പറഞ്ഞു, സംഭവം ഒന്നുമില്ല. ഒന്നുകൂടി ആ സെൻറ്റൻസ് ഞാൻ പറയാം. Would you please allow me to introduce my digital extremities into a tobacco concavity to take some odoriferous and pulverizing substantial to put into my nostrils? പറഞ്ഞെന്താണ്? ഇച്ചിരി മൂക്കപ്പൊടി തരാനാണ്. അപ്പോൾ അതിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. വുഡ് യു പ്ലീസ് അലോ മീ, ദയവായി അനുവദിക്കുമോ, ടു ഇൻട്രൊഡ്യൂസ് മീൻസ് കൊണ്ടുവരാൻ, മൈ ഡിജിറ്റൽ എക്സ്ട്രീമിറ്റ്സ്. ഫിംഗറിൻ്റെ തുമ്പിനെ നമുക്ക് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ, ഡിജിറ്റ് അക്കങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഡിനോമിനേഷന് ഡിജിറ്റ് പറയാം. ഡിജിറ്റൽ എക്സ്ട്രീമിറ്റീസ്, ഡിജിറ്റീരിയൽ എക്സ്ട്രീമിറ്റീസ് ആണ്. അപ്പോൾ വുഡ് യു പ്ലീസ് അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈ ഡിജിറ്റൽ എക്സ്ട്രീമിറ്റീസ്, വിരലിൻ്റെ തുമ്പുകൾ കൊണ്ടുവരാൻ അനുവദിക്കാമോ. അപ്പോൾ വുഡ് യു പ്ലീസ് അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈ ഡിജിറ്റൽ എക്സ്ട്രീമിറ്റീസ് ഇൻ യുവർ ടൊബാക്കോ കൺകാവിറ്റി. ഇത് ഈ കൺകാവിറ്റി, കാവിറ്റി വെച്ചാൽ പല്ലൊക്കെ പോട് വരുന്നതിന് കാവിറ്റി ഉണ്ടെന്ന് പറയണം. കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെൻസാണ്, കോൺകേവ് ലെൻസ്. കോൺവെക്സ് ഇങ്ങനെ ഇങ്ങോട്ട് ഉന്തി നിൽക്കുക, കോൺവെക്സ്. കോൺകേവ്
അതിന് കാവിറ്റി ആകുമ്പോൾ എന്താ ഇങ്ങനെ ചുരുങ്ങി ഡെപ്പി പോലെ ആവും. ഇപ്പോൾ ടുബാക്കോയുടെ കൺകാവിറ്റി പൊടിയുടെ ഡെപ്പിയാണ്, പൊടിക്കുപ്പി. അപ്പോൾ would you please allow me to introduce my digital extremities into a tobacco concavity? പൊടി, ടുബാക്കോ എന്ന് പറയുന്നതിൻ്റെ പൾവറൈസ്ഡ് ഐറ്റമാണ്, ഈ പൊടി രൂപമാണ് നമ്മുടെ ഈ മൂക്കുപൊടി എന്ന് പറയുന്നത്. അതിൻ്റെ കൺകാവിറ്റി കൊണ്ടുവരാൻ അനുവദിക്കാമോ? അപ്പോൾ would you please allow me to introduce my digital extremities into a tobacco concavity? To take എടുക്കാനാണ്, to take some odoriferous. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ORDER ഓർഡർ കമാൻഡാണ്, ആജ്ഞയാണ്. ODOUR ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ലാണ്. കെമിസ്ട്രിയിലൊക്കെ ലാബിൽ നമ്മൾ ഓർഡർലെസ് കളർലെസ് ഗ്യാസ് എന്നൊക്കെ പറയും. സ്മെല്ലില്ലാത്ത കളറില്ലാത്ത ഗ്യാസ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ലാബിൽ എഴുതും ഓർഡർലെസ് എന്ന് പറയും. ഓർഡർലെസ് മണമില്ലാത്ത. അപ്പോൾ ഇവിടെ ഒഡോറിഫറസ് മണമുള്ളത്, ഒഡോറിഫറസ് ഓർഡർ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. പൾവറൈസിങ്, പൊടി രൂപത്തിലുള്ള പൾവറൈസ് ചെയ്യുക. അപ്പോൾ would you please allow me to introduce would you please allow me to introduce my digital extremities into your tobacco concavity to take some odoriferous pulverized substantial means substance to put into my nostrils. ഈ സുഷിരങ്ങളാണ്, നോസിൻ്റെ ഈ ഓപ്പണിംഗ് പാർട്ടാണ്, നോസ്ട്രിൽസിലേക്ക് ഇടാനാണ്. ഇതാണ് പറഞ്ഞത്. എന്ത് പറയുന്നതിന് പകരം ആ കേട്ടവൻ 3 കറങ്ങി താഴെ വീണതാണ്. മൈറ്റ് ബി അന്നത്തെ സ്റ്റൈല് ആ രീതിയിലുള്ള സ്റ്റൈലുണ്ട്. അത് മാറിയിട്ട് ഇപ്പോൾ വീണ്ടും നമുക്ക് സിമ്പിളായിട്ടുള്ള വെറും ഏറ്റവും മിനിമം വേർഡ്സ് വിത്ത് മാക്സിമം ഐഡിയ എന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നുകൂടി പറഞ്ഞുകൊണ്ട് would you please allow me to introduce my digital extremities into a tobacco concavity to take some odoriferous and pulverizing substance to put into my nostrils എന്ന ആ എക്സാമ്പിൾ ഇപ്പോൾ ആരും ഫോളോ ചെയ്യുന്നില്ല. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ സോ ഫാർ. We shall meet again in the next episode with some curious facts.